ഗൈസ് വെൽക്കം ബാക്ക് വളരെ അപ്പോൾ സമയം ഏകദേശം 9:41 അതായത് ഇവിടുത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് മസ്കറ്റ് ഒമാനിലാണ്. അപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ ബാക്കിൽ സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എനിക്ക് നല്ല ചൂടാ. ബാക്കിലിട്ട് തീ ഇട്ടുന്നതിൽ മുഴുവനുണ്ട്. നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങളുണ്ട്. പാദയാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മഴയുണ്ട്, നല്ല രീതിയിൽ മഴയുണ്ട്. നമ്മൾ കാക്കനാട് ഇറങ്ങി ഇപ്പോൾ നമ്മൾ HMTന്ന് നമ്മൾ NH കയറുകയാണ്. അതായത് എയർപോർട്ടിലേക്ക് പോകണം. ഇത് നമ്മുടെ അങ്കമാലി ആലുവ തൃശ്ശൂർ പോകുന്ന ബൈപ്പാസാണ്. പിന്നെ മഴയും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വരുന്നവരൊക്കെയാണ് നമ്മുടെ എയർപോർട്ടിനകത്തേക്കുള്ള റോഡ് കയറി. അതായത് നമ്മുടെ കാലടി കൊച്ചിൻ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന റോഡാണിത്. മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. സമയം 9:13 നമുക്ക് എന്തായാലും എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ ടൈമില്ല. പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മളുടെ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ചിരിക്കുകയാണ്. ഇനി എയർപോർട്ടിൻ്റെ അകത്ത് കയറാം. നമ്മളപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്നാണ് ടെർമിനൽ 3 ആണ് നമുക്കുള്ളത്. അപ്പോൾ ടെർമിനൽ 3യിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സമയം 10:17 ആയിട്ടുണ്ട്. 11:30 ഫ്ലൈറ്റ് ടൈമുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ്നപ്പൊക്കെ ആയിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 11:53 ആയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിനുള്ള നിലവിലേക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് 3യിലേക്കാണ്, ഗേറ്റ് 3യിലേക്കാണ്. നമ്മളിവിടെ റെസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. വിളിക്കുന്ന മറ്റേ 11 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ വിളി തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോൾ അങ്ങോട്ട് പോകാൻ ഓർത്ത് നമ്മളിപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ഞാനൊരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. അത് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരിക്കുന്നു. കൊച്ചവിടെ ഇറങ്ങി, അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ഫോണത്തോടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ കുത്തിയിരിക്കുകയാണ്. ഗ്യാപ്പാണ്, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ചേച്ചി അമ്മയാണ് അവിടെ ഇരിക്കുന്നത്, കൊച്ചവിടെ ഇരുന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത പരിപാടികളാണ്. നമ്മൾ അങ്ങനെ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കൂടിയാണിത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഞാൻ സെൽഫി എടുക്കുവാന്നും പറഞ്ഞവരെ പറ്റിച്ചിട്ട് വീഡിയോ ക്യാമറ ഓണാക്കിയതാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് നമ്മൾ. ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ മൈസൂർ പോയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മൈസൂർ ഫ്ലൈറ്റിലാണ് പോയത്. അതെനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ കണ്ടായിരുന്നു. ഇത് ഒമാൻ എയർലൈൻസ് ആണെന്ന് തോന്നുന്നു. അതന്നെ ഖത്തർ എയർലൈൻസ്, ഒമാൻ എയർലൈൻസ് ഏതാണ്ടാണ്. നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യല്ല, നമ്മൾ റൺവേയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ്. കാരണം കൂട്ടത്തിൽ നല്ല മഴയുണ്ട്. ഇവിടെ AC ഒക്കെ ഓണാക്കി കാരണം നല്ല തണുപ്പുണ്ട്. ഇത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് റൺവേയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പെതുക്കെ മൂവ് ആകുന്നുണ്ട്. ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്ന് അറിയത്തില്ല. കുറേ നേരമായിട്ട് അവന്മാരായിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ റൺവേ കൊണ്ടുവന്ന് പിന്നെയും തിരിച്ചിട്ട് പിന്നെ അവന്മാർ പിന്നെ കൊണ്ടുപോകുന്നുണ്ട്. പൈലറ്റ് കൊള്ളത്തില്ല. ഈ പൈലറ്റ് എനിക്ക് തോന്നുന്നത് ശരിയല്ല. നമ്മൾ സാഹിബ് പറഞ്ഞ പോലെ ഏതോ ഡിപ്രഷനൊക്കെ അടിച്ച് അങ്ങനെ നടക്കുന്ന പൈലറ്റാണെന്ന് തോന്നുന്നത്. കാര്യം കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്ങാനും പറക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിന് വേണ്ടി ഞാൻ വീഡിയോ ക്യാമറ ഓണാക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇത് എയർപോർട്ടിൽ നിന്ന് തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഓടിച്ചിരിക്കുക പുള്ളി. എന്തായാലും ടേക്ക് ഓഫ് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. സമയം 11:45 എന്തായാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. റൺവേ പറപ്പിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഴയുണ്ട്. അത് കാരണം പുറത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ കാണാൻ പറ്റിയ ഇരുട്ടാണ്. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസത്തിലൊരു വ്യൂ ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിവിടുന്ന് 11:30 ചെല്ലുന്നത്. 11:30 ഇപ്പോൾ 12 മണിയാകാൻ പോകുന്നുണ്ട്. നമ്മളിനി അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 3 മണി 4 മണിയാകുമായിരിക്കും. പിന്നെ ഏതാണ്ട് 3 മണിക്കൂറെങ്ങാണ്ടുണ്ട്, 3.5 മണിക്കൂറെങ്ങാണ്ടാണ് ഫ്ലൈറ്റിൽ മസ്കറ്റ് വരെ ഉള്ളത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് കൂടെയാണിത്.
ഇരുട്ടായതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. രാവിലേക്കാണ് നല്ല കിടിലം വ്യൂ കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടായിരിക്കും, ഇവിടുന്ന് കയറുമ്പോൾ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു തേങ്ങയും കാണാൻ പറ്റിയില്ല. പിന്നെ കാണാൻ പറ്റുന്നത് എനിക്ക് മാക്സിമം കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാംസങ്ങിലാണ്, സാംസങ് GS7 മറ്റേലെടുത്ത് കഴിഞ്ഞ് ഇതുപോലും കിട്ടത്തില്ല. ഈ പീച്ചിരിയെങ്കിലും പെട്രോൾ വിളിച്ചൊക്കെ കാണുന്നുണ്ട്. ഫ്ലൈറ്റ് അങ്ങനെ മേളിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒമാനിലെത്തും. ഒമാൻ അതായത് മസ്കറ്റിലെത്തുന്നതാണ്. ഞാൻ എന്തായാലും ഈ സിനിമ കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉറങ്ങാൻ എന്തായാലും ഉദ്ദേശമില്ല. നമ്മുടെ ഈ പടം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് നമ്മുടെ നാനിയുടെ ഹിറ്റ് തേർഡ് കേസ്. അത് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിന് വേണ്ടി കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തതാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്ത. അവരെ കിടന്ന് നല്ല ഉറക്കമാണ്. അമ്മ ഉറങ്ങി, ചേച്ചി ഉറങ്ങി, കൊച്ചു പിന്നെ നേരത്തെ ഉറങ്ങി. കാരണം അവളെ ഉറങ്ങി കിടത്തിയിട്ട് ഇരിക്കുവാണ്. അവർ രണ്ടുപേരും ഉറങ്ങി. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ച മസ്കറ്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നീണ്ട 3.5 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മസ്കറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്നും മസ്കറ്റിൽ മണ്ണിലേക്ക് കാലുകുത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. സമയം എനിക്ക് തോന്നുന്നു 3:30 തന്നെയാണ്. ടൈം നോക്കിയില്ല. ഞാൻ എന്താ ലാൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഒരു 3.5 മണിക്കൂർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹിറ്റ് തേർഡ് കേസസ് പടം കഴിഞ്ഞു. നല്ല കിടിലൻ പടം, കണ്ടുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ഇതുവരെ നാനിയുടെ പടമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നാനിയുടെ മറ്റേ സരിപ്പുണ്ട ശനിവാരം കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ. അതെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് അറിയുന്നത്. നാനിയാണ് ഹീറോ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. കാരണം എനിക്ക് സരിപ്പുണ്ട ശനിവാരം ഇഷ്ടപ്പെട്ടു. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള നാനിയുടെ ഈച്ചയാണ്. അത് അല്ലാണ്ട് നാനിയുടെ വേറൊരു പടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നാനിയുടെ ഈച്ച കഴിഞ്ഞിട്ട് അത് ഈച്ച എനിക്ക് മഴയിൽ മനോരമ ഏതിലോ വന്നപ്പോൾ പണ്ടങ്ങാണ്ട് കണ്ടതാണ്. എനിക്കൊന്ന് +2-ലോ 10-ലോ അങ്ങോട്ട് പഠിക്കുമ്പോഴെങ്ങാണ്ട് കണ്ടാണെന്ന് തോന്നുന്നു ആ പടം. അത് കഴിഞ്ഞിട്ട് ഞാൻ നാനിയുടെ ഒരു പടം കാണുന്ന സരിപ്പുണ്ട ശനിവാരം. സരിപ്പുണ്ട ശനിവാരം ആ പടമാണ്. സമയം ഇപ്പോൾ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വാചക്കോണാണോ 3:09 ആയിട്ടുണ്ട്. 3:09 നമ്മൾ മസ്കറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല. പിന്നെ എനിക്ക് തണുപ്പൊക്കെ അടിച്ച കാരണം തൊണ്ടയൊക്കെ അടഞ്ഞ് മൂക്കുടഞ്ഞിരിക്കുകയാണ്. എനിക്ക് പനി ഉണ്ടായിരുന്നു കയറുമ്പോൾ. പക്ഷേ ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്കും കുറഞ്ഞാണ്. പക്ഷേ ഈ തണുപ്പും മഴയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. അതായത് ഒമാൻ എയർപോർട്ടാണിത്. മസ്കറ്റ് എയർപോർട്ട് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒമാൻ എയർപോർട്ടെന്നും വേണേൽ പറയാം. എന്തായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല. പോലീസ് വണ്ടിയാണ് കിടക്കുന്നുണ്ട്. എന്നെ പിടിക്കാൻ വന്നാണെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് മറ്റേ സാഹിബ് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ തന്നെ. മറ്റേ ഡിപ്രഷൻ അടിച്ച് സൂയിസൈഡ് ചെയ്യാൻ നടക്കുന്ന ഏതോ ഉണ്ടെന്ന് തോന്നുന്നു പൈലറ്റ്. കാര്യം പുള്ളി ഇടയ്ക്ക് മേഘത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ തട്ടിയും ഗട്ടറിലൊക്കെ ചാടിച്ച ഓടിച്ച സാഹിബ് പറഞ്ഞ് ചേർത്തല്ല കേട്ടോ, ശരിയാ. പുള്ളി തട്ടിയും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. 1/2 മണിക്കൂർ മറ്റേ എൻ്റെ കീഴ്മേ മറിഞ്ഞു. എൻ്റെ ചെവി ഫുള്ളടഞ്ഞു. എന്തായാലും നമുക്ക് പുറത്തോട്ടിറങ്ങാം. എന്തായാലും അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് കിടക്കുകയാണ്. മസ്കറ്റിൻ്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഇതാണ് എയർപോർട്ട്. ഇത് ഏതാണ് എയർപോർട്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എയർപോർട്ടിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിട വാങ്ങിയിരിക്കുകയാണ്. ഈ ഇരിക്കുന്നത് പെട്ടികളാണ്. കുറച്ച് പെട്ടികൾ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടെ എടുത്ത് കാറിൻ്റെ സൈഡിൽ വെച്ച് ചേച്ചി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കൊച്ചിനോട് കാണുന്ന പാല് കറണ്ടിയായിക്കൊണ്ടിരിക്കുക. കാര്യം കൊച്ചി നല്ല ബഹളമായിരുന്നു. അവൾ ഇടയ്ക്ക് വെച്ച് ചാടി. ഉറക്കം നഷ്ടപ്പെട്ട കാരണം അവളെ എണീക്കുകയും ചെയ്ത് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയായിരുന്നു. അപ്പോൾ നമ്മളെ പിക്കാൻ നമ്മുടെ അളിയൻ വന്നിട്ടുണ്ട്. അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. സൈഡിൽ ഇരിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേച്ചി, ഇപ്പുറത്തെ സൈഡിൽ ഞാനും കൊച്ചും, ഇപ്പുറത്തെ ബാഗ് ഇരിപ്പുണ്ട്. എൻ്റെ ഒരു ബാഗ്, പിന്നെ ഒരു പെട്ടി, പിന്നെ ഒരു കുഞ്ഞ് ബാഗ് കൂടെ ഇരിപ്പുണ്ട്. ഇത് 3 സൈഡിൽ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാം കൂടെ തട്ടിടിക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് ഹൈവേ ഇതിലാണ്. പിന്നെ ഈ കാണുന്ന മസ്കറ്റിൻ്റെ എന്തോ കൊടിയാണ്. ഇവർ പോകുമ്പോൾ ഇതില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ഉണ്ട്. അത് കാരണം എന്നെ കാണിച്ചെന്നാണ്. അത് കാരണം ഞാനൊന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ട്രാഫിക്ക് അല്ലെങ്കിൽ നമ്മുടെ റോഡ് സിസ്റ്റം ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോൾ കണ്ടോ.
ഇപ്പോൾ പോണ 100 കിലോമീറ്റർ സ്പീഡിലാണ്, കണ്ടാൽ പറയുകയാണെങ്കിലും 100-120 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ മിനിമം. ഇവിടെ എനിക്ക് തോന്നുന്നു 100 തോന്നുന്നു. കണ്ടത് ഇതൊക്കെ മസ്കറ്റിൽ ഏതൊക്കെയോ ഒരു പാലാണ്. ഇത് കൊച്ചവിടെ ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അവൾ തലയിട്ടതാണ്. അവളെ കൂടെ കാണിക്കും മാമ എന്ന് പറഞ്ഞ് അവൾ വെള്ളം വെച്ചു. അത് കാരണം ഞാൻ അവളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇരുട്ടായതുകൊണ്ട് കണ്ടു കാണിയല്ല, ഒരു കണ്ണും ഒരു വായും മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എനിക്ക് വന്ന് 1 മണിക്കൂർ എങ്ങാണ്ടുണ്ടെന്നാണ്. 1 മണിക്കൂറോ 3/4 മണിക്കൂർ ഏതാണ്ടേ ഉള്ളൂ. ഈ ബാക്കി കാണുന്ന റോഡ് ഞാൻ വെറുതെ വീഡിയോ എടുത്തതേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഒറ്റ വണ്ടിയില്ല, ക്ലീൻ റോഡ്, ഹോണടിയില്ല, ഒരു ബഹളവും ഇല്ല, സുഖമായിട്ട് പോകുന്നു. അങ്ങനെ നമ്മളത് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ വണ്ടി വീട്ടിലേക്ക് കയറ്റുവാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. എന്തായാലും പെട്ടി പ്രമാണമൊക്കെ എടുത്ത് ഞാൻ അകത്തോട്ട് കയറ്റണം. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, തൊണ്ടയടഞ്ഞ് എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ അതെന്നോട് അളിയൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാൻ വെറുതെ കാണിച്ചതേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പെട്ടിയൊക്കെ എടുക്കട്ടെ. അങ്ങനെ നമ്മളുടെ ഈ പെട്ടിയൊക്കെ എടുത്തു. കുറച്ച് പെട്ടി പുറത്തിരിപ്പുണ്ട്, ഒരു പെട്ടി ഞാൻ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം കൂടെ അടുത്തകത്തേക്കിട്ട് അമ്മ ഇറങ്ങി വന്നതാണ്. അങ്ങനെ കുറേ നേരത്തെ മൽപ്പിടത്തിനിടയിൽ പെട്ടികളെല്ലാം കയറ്റി. ഇത്രയും പെട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഒന്ന് കിടക്കട്ടെ, എനിക്ക് ഒട്ടും വയ്യ. ഞാനിപ്പോൾ തലകറങ്ങി വീഴാ പരുവത്തിലാണ്. ഇതാണ് അളിയൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് അളിയനും അമ്മയും ചേച്ചിയും 2 പിള്ളേരും, അത് ഞാനും അമ്മയും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ്. അമ്മ പോകുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. ഇതാണ് ചേച്ചിയുടെ മൂത്ത കൊച്ച് ദക്ഷ, ഞങ്ങൾ പിങ്കിന്ന് വിളിക്കും. അപ്പുറത്തിരിക്കുന്നതാണ് ഇളയ കൊച്ച്, ഇതാണ് അളിയനും ചേച്ചി. അപ്പോൾ ഞാൻ ഇൻട്രോയ്ക്ക് എടുത്ത് ഇനിയിപ്പോൾ 9:49 അതായത് ഇവിടെ ഒമാനിൽ ഇപ്പോൾ 9:49. അവിടെ എനിക്ക് ഒന്ന് 10 മണിയാവും. എൻ്റെ തൊണ്ടയൊക്കെ ഇല്ല, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒന്നാമത് പനിയായിട്ടിരിക്കുമായിരുന്നു. എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു മല, ഇവിടെയൊക്കെ കാർ പാർക്കിങ് കണ്ട, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നല്ല ചൂടാണ്, പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ചൂട് പോലെയല്ല, എനിക്ക് തീ പൊള്ളണ പോലെ പൊള്ളുന്നുണ്ട്. ഇവിടെ ഒരു മല കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ ഈ വഴി കൂടിയാണ് വന്നത്. ഇവിടെയൊക്കെ ഏതൊക്കെയോ അറബി എന്താണ് ഇവിടുത്തെ ആരുടെയൊക്കെയോ വലിയ വലിയ ബംഗ്ലാവുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ബംഗ്ലാവാണ് എന്താ പറയുന്നത്, ഇവിടുത്തെ ആരുടെയോ ഇവിടെ ഷെയ്ക്കല്ല. ഇവിടെ ആരാ അറബിയോ, പക്ഷേ അറബിയല്ല ഇവിടെ മറ്റേ ഒമാനിയോടുള്ള മറ്റേ ഇതുകളാണ്, വീടാണ് ഈ കാണുന്നത്. മറ്റേ നമ്മുടെ നാട്ടിൽ കൊട്ടാരം എന്നാണ് പറയുന്നത് ഈ കാണുന്നത്. ഇവിടെ എവിടെയാണ് ഇന്നലെ വണ്ടി വർക്ക് ചെയ്തിട്ട് ഇതേ കൂടെയാണ് രാത്രി വന്ന് പോയത്. അങ്ങോട്ടാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. ഞാനിപ്പോൾ കാഴ്ച കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചൂട് പോലെയല്ല, നല്ല ചൂടുണ്ട്. ഇന്നലെ ഞാൻ ഇതേ കൂടെയാണ് പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോയത്. ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയപ്പോഴത്തേക്കൊരു സുഖം, എന്ത് ചൂടാണെന്ന് പറയും. ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിയില്ല. എനിക്കൊന്ന് ഇന്നലെ നോക്കിയപ്പോൾ 40 എത്ര ഉണ്ടായിരുന്നു നോക്കിയില്ല. ഇവിടെ കുറച്ച് വഴിയുണ്ട്, ഇവിടെ ഇടവഴി, ഇതാണ് മതി. ഇനി അതിനപ്പുറത്ത് ഫ്ലാറ്റ്. ഇവിടെ എല്ലായിടും AC ആണ്, ഫുൾ AC എല്ലായിടും, എല്ലാ റൂമിലുണ്ട്. ഇവിടെ ഒക്കെ ഇവരുടെ അമ്മയുടെ കൃഷിപ്പിടങ്ങളൊക്കെ ഉണ്ട്. കാണുന്നുണ്ട് അമ്മയുടെയൊക്കെ ഇവിടെ കൃഷിയുണ്ട്. വീഡിയോക്കളിൽ ഞാൻ കാണാറുണ്ട്. ഇതാണ് സ്ഥലം. ഇതൊക്കെ വിട്ട് ജയിലിൻ്റെ മധുരമല്ലേ. എൻ്റെ പൊന്നുപള്ളി നമ്മുടെ നാട്ടിലൊക്കെ ചൂട് പോലെ ഇല്ല. എങ്ങനെ അത് കത്തണത്. വൈദവൈ ഞാൻ ഇപ്പോൾ മുണ്ട് പിടിച്ചിട്ട് നടക്കുവാണ്. ഇവിടെ എല്ലായിടും AC ആണ്, എല്ലായിടും. ഒരിടത്തും ഒരു AC ഇല്ലാത്ത വീടില്ല, റൂമില്ല. എല്ലാ റൂമിലും AC ആണ്. അതാണ് ഇവിടെ പ്രത്യേകത. അതൊക്കെ ഇതാണ് ഒരു ഇടനാഴി. ഈ ഇടനാഴി കൂടെ നടക്കുമ്പോഴാണ് ആ റോഡ് എനിക്ക് കാണാൻ പറ്റി. ഇപ്പോൾ വെട്ടടിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ നടന്നാണ് പുറത്തോട്ട് പോകണമെങ്കിൽ ഫ്രണ്ടിൽ റോഡുണ്ട്. ഇടയ്ക്ക് ആരുടെക്കോ കാർ കിടക്കുന്നു, ഇടയ്ക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. എനിക്കൊന്നും നല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ നോക്കി വയ്ക്കുന്നു. ഇത് ഏത് വണ്ടി? ഇത് ജാഗ്വാറാണെന്ന് തോന്നുന്നു. ജാഗ്വാറാണല്ലോ. അത് സുസുക്കി സ്വിഫ്റ്റാണെന്ന് തോന്നുന്നു. വോക്സ്വാഗൻ്റെ ഏതൊരു കാറ്, വോക്സ്വാഗൻ്റെ പിന്നെ ഒരു കാറ്, പിന്നെ അവിടെ ആ പറമ്പിൽ കുറേ കാർ കിടക്കും. ഇതപ്പോൾ ഈ ഫോൺ ഹീറ്റായി. ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് മറ്റേ തറ വെച്ചിരിക്കുമായിരുന്നു. ഫോൺ എടുത്ത് നോക്കിയിട്ട് ബാക്കിലൊക്കെ എന്നൊക്കെ ചൂടായിട്ടിരിക്കുന്നു.
ഇവിടെ പുറത്തോട്ടിറങ്ങി മിക്കവാറും കത്ത്. ഇവിടെ ഞാനിവിടെ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ മറ്റേ ഇത് നമ്മുടെ സ്റ്റെയർ റൂം ഇതൊക്കെ കൊള്ളാം. ഈ വീട് ഫുള്ള് കാണിക്കാനായിട്ടാണ് പുറത്തോട്ടിറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വീട്. ഇതാണ് വീട്. ഇവിടെ നല്ല വീട് എന്ന് പറഞ്ഞാൽ നല്ല വീട്. നമ്മുടെ നാട്ടിലൊക്കെ ചൂടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. ഇത് ഏതോ ഒമാനിയുടെ കൊട്ടാരമാണ്. മണിമാളിക എന്ന് വേണേൽ പറയാം നമ്മുടെ നാട്ടിൽ ഭാഷ പറഞ്ഞാൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും മേളിൽ ടെറസ് ഉണ്ട്. ഇതാണ് ടെറസ്. ഇത് ഏതാണ്ടായിരിക്കും 5 നില. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ റൂം. ഇത് ഫ്ലാറ്റാണ്. അപ്പുറത്തൊക്കെ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്. വ്യൂ വേറെ സാധനം കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാ എന്തത് ഇവിടെ ചുറ്റും മഴയാണ്. എവിടെ നോക്കിയാലും മഴ, എവിടെ നോക്കിയാലും സീനാണ്. ഇത് സീനറി ആണ്. മല സീനറി. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ എൻട്രൻസ്. ഇതിപ്പോൾ ഈ സമയമാണ് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ 5:40 6 മണിയാകാറായിട്ടുണ്ട്. 6 മണിയാകാറായി ഇത്. പക്ഷേ 6 മണിയാകണതിൻ്റെ പ്രതീതി കൊണ്ട് ഇവിടെ ചൂടാണ്. അത് കാരണം ഈ ഒരു സാധനം പൊളിയാണ്. ഇത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് ഏത് കാലത്തെത്തുമെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് തൊണ്ടവേന, അതായത് പനിയായിരുന്നു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിന്. പിന്നെ ഫ്ലൈറ്റിലെല്ലാം കൂടെ കയറിയപ്പോഴത്തേക്കും തൊണ്ടയും ചെവിയൊക്കെ അടഞ്ഞ് സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഓക്കെ വരുന്നത്. അതാണ് ഈ വ്ളോഗ് ഇത്ര ഡിലേ ആകുന്നത്. എന്നാലും ഉടനെ വ്ളോഗ് വരും. അതൊന്ന് പറയണം. പിന്നെ ഇതൊന്ന് കാണിക്കണമായിരുന്നു. അന്ന് സമയമില്ലായിരുന്നു. എനിക്ക് പനിയടിച്ച് ഞാൻ കടന്നുപോയി. തല നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പം തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് തൊണ്ട ഒരുമാതിരി ഒച്ചയൊന്നുമില്ല, അടഞ്ഞു പോകും. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കും. പക്ഷേ ഇപ്പോഴും ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ഇതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അതൊക്കെ താഴേക്ക് എന്തൊക്കെയോ വണ്ടി കിടക്കുന്നു. ഇവിടെ ബസ് കിടക്കുന്നു. അവിടെ എന്തോ നിന്നു. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്. അതായത് നമ്മളെ എൻട്രൻസ് അവിടെ ആയിട്ട് വരും. ഇത് ബാക്ക് സൈഡാണ്. ഇതെല്ലാം ഫ്ലാറ്റാണ്. ഇതൊക്കെ ഫ്ലാറ്റാണ്. അവിടെയും ഫ്ലാറ്റ്, അവിടെയൊക്കെ ഫ്ലാറ്റ്. ബാക്കിലാണ് ഈ മലയാളം ചുറ്റപ്പെട്ട സ്ഥലം. കണ്ട ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മൾ മലയ്ക്കുള്ളിനകത്തൊരു നമ്മൾ ഫുള്ള് മലയ്ക്കുള്ളിലാന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ അതിനകത്തൊക്കെ റോഡുണ്ട്. ഇവിടെ നിന്നൊക്കെ റോഡ് പോകുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത്. കണ്ടു കഴിഞ്ഞൊരു 4 പാട് മല കെട്ടി കിടക്കുന്ന പോലെ തോന്നും. ഇവിടെ മലയ്ക്കകത്ത് നമ്മൾ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ റോഡുണ്ട് കേട്ടോ. അവിടെയൊക്കെ റോഡ് കേട്ടോ. വൈകിട്ട് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ. രാവിലെ അതായത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാറ്റ് കരിഞ്ഞു പോകും. ഇപ്പോഴും ചൂടുണ്ട്. ചൂടെന്ന് പറയുമ്പോൾ ഞാൻ തീർത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് താഴെ എ സിക്കകത്ത് ഇരുന്നാലേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എ സി ഇട്ട് ഇരുന്നാലേ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ കത്തി കരിഞ്ഞു പോകും. ഇവിടുത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്. പയ്യൻ്റെ ആണെന്നുണ്ട്. ഇവിടെ ഒരു പയ്യനുണ്ട്, മലയാളികളാണ്. അവരുടെ ഒരു കൊച്ചിറക്കുന്നുണ്ട്. അവൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ എല്ലാം എ സി. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞോണ്ടാണ്. അവിടെയൊക്കെ എ സി. എല്ലാ വീട്ടിലും എ സിയുടെ പറ്റിയതുണ്ട്. വെന്റിലേഷനുണ്ട്. എ സി ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ വ്യൂ കാണാൻ രസമാട്ടോ. കണ്ടോ ആ സീനറി പൊളിയല്ലേ. സീനറിയാണ് കാണേണ്ടത്. എനിക്കിപ്പോഴും ഒച്ചയൊന്നുമില്ല. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കമ്പനി ബസ്സാണ് തോന്നുന്നത്. ആൾക്കാരെ പിക്ക് ചെയ്യാൻ തന്നെ ബസ് ഇവിടെ പിക്കപ്പ് കിടക്കുന്നത്. ഇവിടെയൊക്കെ വണ്ടികളിലും വണ്ടികളാണ്. ചെറിയ വണ്ടികളൊന്നും അല്ല കിടക്കുന്നത്. BMW, ഇവിടെ ഒരു BMW കിടക്കും. BMW ആണെന്ന് തോന്നുന്നു. BMW ഓടിയതാണ് അതുകൊണ്ട്. വേറൊരു ബെൻസ് കിടപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ വിശേഷം. എന്തായാലും വീഡിയോ ഉടനെ വരും. ഇന്നെന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്നത്തോടുകൂടി എഡിറ്റ് ചെയ്യണം വീഡിയോ. ഞാൻ അന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ചത്തു. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. തന്നെ ഉണ്ട് മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വിയർത്തോണ്ടിരിക്കുക. ഒരുലോട് മിക്സ് ചെയ്ത തല കയറ്റോട് മുഖത്ത് ഒരുലോട് വിസുണ്ട്. ഇവിടെ ഒരു വിഷ് മിക്സ് ഇട്ടിട്ടു. സൗണ്ട് കുറവാണ്. അപ്പോൾ ഏതായാലും ഉടനെ വീഡിയോ വരും. നിങ്ങളൊന്ന് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ വൈൻഡപ്പ് ചെയ്തത്. അന്ന് ഇവിടെ ചൂട് കാരണമാണ് ഞാൻ പുറത്തത്തെ വീഡിയോ എടുക്കാത്തത്. പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട്